സൂര്യ പറയുന്നത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരും. സൂര്യയെ തല്ലാൻ നോക്കുമ്പോൾ നിധി തടയും. സൂര്യ പറയും, നിന്നെ അച്ഛൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുപോവാം, വാ നിധി എന്ന് പറഞ്ഞിട്ട് കയ്യിൽ കയറി പിടിക്കുകയാണ്. നിധി കൈ തട്ടി മാറ്റിയിട്ട് സൂര്യയുടെ മുഖത്തിട്ട് അടിക്കുകയാണ്. എൻ്റെ അച്ഛനെ കൊണ്ട് കാണിക്കാൻ നീ ആരാടാ? നീ കാരണം ഇതൊക്കെ ഉണ്ടായത്. നീ വരുന്നതുവരെ എല്ലാം സമാധാനമായിരുന്നു. നീ കാരണോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോയത്. സൂര്യയ്ക്ക് ദേഷ്യം വന്നിട്ട് സൂര്യ നിധിയെ തിരിച്ചടിക്കാൻ നോക്കുകയാണ്. സൂര്യയെ പിടിച്ചു വെക്കും. എന്നിട്ട് നിധിയോട് പറയും, അടിക്കുവനെ. നിധിയുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ട് സൂര്യയുടെ മുഖത്തിട്ട് കുറേ അടിക്കുകയാണ്. നിധിയോട് പറയും, നമ്മളെ അച്ഛൻ എവിടെയെന്നറിയാതെ ഈ വീടിൻ്റെ മുന്നിൽ വന്നിട്ട് വഴക്കിട്ടിട്ട് കാര്യമില്ല, നമുക്ക് ഏത് ഹോസ്പിറ്റലാന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് നിധിയും സുധിയും കൂടി അവിടെ നിന്ന് പോവാണ്. നിധിയുടെ അച്ഛന് ബോധം വീഴുമ്പോൾ ഡോക്ടർ പറയും, ഒരു കൗൺസിലിംഗ് സെക്ഷനും കൂടി ഉണ്ട്, അതും കൂടി അറ്റൻഡ് ചെയ്തിട്ട് പോയാൽ മതി. ഇങ്ങനെ ഇമോഷണലായിട്ട് കാര്യമില്ല. അവരെ അന്വേഷിച്ച് ആ ഹോസ്പിറ്റലിൽ എത്തുകയാണ്. നിധി ഓടി ചെന്നിട്ട് സാന്ദ്രയോട് ചോദിക്കും, അച്ഛൻ എവിടെയാണ് കിടക്കുന്നത്? അമ്മ നിധിയെ കുറേ വഴക്ക് പറഞ്ഞിട്ട് നിധിയെ അവിടെ ഇട്ട് അടിക്കുകയാണ്. സാന്ദ്ര അമ്മയെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്. നേഴ്സ് വന്നിട്ട് പറയും, അതെ, ഇവിടെ നിന്ന് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കരുത്, ഇതൊരു ഹോസ്പിറ്റലാണ്, അല്ലാതെ നിങ്ങളുടെ വീടല്ല. അമ്മ അത് കഴിഞ്ഞിട്ടും നിധിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് ഓരോ കാര്യങ്ങൾ പറയാണ്. അമ്മയാണെങ്കിൽ നിധിയെ സംസാരിക്കാൻ വിടുന്നില്ല. അച്ഛനൊന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും, ഇല്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. അമ്മ നിധിയോട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയാണ്. ആ സമയത്ത് അരുൺ അങ്ങോട്ട് വരും. അരുൺ ചോദിക്കും, വീട്ടിൽ നിന്ന് നാടകം ഉണ്ടാക്കിയത് പോരാഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വന്നല്ലേ, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ ഇവിടെ നിന്ന് ഇറങ്ങി പോയിക്കോ. നിധി പിന്നെ അപേക്ഷിക്കാണ്, ഞാൻ ഒറ്റ തവണ എൻ്റെ അച്ഛനൊന്ന് കണ്ടോട്ടെ. അവർ രണ്ടുപേരും സമ്മതിക്കില്ല. സാന്ദ്ര പറയും, മതി, അവളെ ഞാൻ പറഞ്ഞു വെച്ചോളാം. അമ്മ പറയും, സാന്ദ്രേ, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കൂടി ഇവളങ്ങോട്ട് വരാൻ പാടില്ല, ഞങ്ങളുടെ മുഖം പോലും ഇവളെ കാണിക്കരുത്. സാന്ദ്ര നിധിയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. നിധിക്ക് സാന്ദ്രയോട് പോലും പറഞ്ഞു മനസ്സിലാക്കാൻ ഒരവസരം കിട്ടുന്നില്ല. സാന്ദ്ര പറയും, നീ എൻ്റെ വീട്ടിൽ നിൽക്ക്, ഒരവസരം വരുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. സാന്ദ്ര പോയി കഴിയുമ്പോൾ സുധി ഇത് തന്നെ പറയും, എണീക്ക് വാ, ഞാൻ കൊണ്ടാക്കാം. പണിയുടെ ഇടയ്ക്ക് ചായ കൊണ്ടുവരുമ്പോൾ എല്ലാവരോടും വന്ന് ചായ കുടിക്കാൻ പറയാണ് സുഭാഷ്. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ചോദിക്കും, വീട്ടിലെന്തേ പ്രശ്നം ഉണ്ടായോ? സുധിയുടെ ഭാര്യ അവിടുന്ന് പിണങ്ങിപ്പോയി എന്ന് പറയുന്നത് കേൾക്കും. സുഭാഷ് ചോദിക്കും, ആരാ പറഞ്ഞ്? വല്യച്ഛനാണെന്ന് പറയുമ്പോൾ സുഭാഷ് പറയും, അത് നോക്കണ്ട, അവളുടെ അച്ഛന് സുഖമില്ലാഞ്ഞിട്ട് അങ്ങോട്ട് പോയതാ, കൂടെ സുധി ഉണ്ടല്ലോ. സുധി നിധിയും കൂടി സാന്ദ്രയുടെ വീട്ടിലെത്തുകയാണ്. അങ്ങോട്ട് ചെല്ലുമ്പോൾ മുന്നിൽ തന്നെ ഇരിക്കുകയാണ് സാന്ദ്രയുടെ അച്ഛൻ. അവരുടെ മുഖത്തൊക്കെ ഒരു പുച്ഛഭാവമാണ്. സുധിയോട് പറയും, അവിടെ നിന്നാ മതി. സാന്ദ്രയുടെ അമ്മ പറയും, കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞിരുന്നു. നിധി സുധിയോട് ചോദിക്കും, ഒന്നപ്പുറത്ത് നിൽക്കാൻ പറ്റുമോ? സുധി ജീപ്പിൻ്റെ അടുത്തേക്ക് പോവാണ്. അമ്മ പറയും, നിന്നെ ഇവിടെ താമസിപ്പിച്ചെന്നറിഞ്ഞാൽ അരുണിൻ്റെ അച്ഛനും ഒക്കെ ദേഷ്യപ്പെടും. നിധി പറയും, മനസ്സിലായി, ഏട്ടത്തി പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് അത്ര പ്രശ്നമാണെങ്കിൽ ഞാൻ പുറത്തെവിടെയെങ്കിലും താമസിച്ചോളാം, കുഴപ്പമില്ല. അവർ പറയും, നീ പോകണമെന്നല്ല പറഞ്ഞ്, നീ ചെയ്തത് തെറ്റായിപ്പോയി, നീ ഇവിടെ താമസിച്ചോ, കുഴപ്പമില്ല, പക്ഷെ ആ പയ്യനെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല. നിധി പറയും, സുധീഷ് ഇവിടെ താമസിക്കില്ല, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് നിധി സുധിയുടെ അടുത്ത് പോയിട്ട് പറയും, കല്യാണം മുടങ്ങിയാൽ എല്ലാം ശരിയാവുന്ന ഞാൻ കരുതിയത്, ഇപ്പോൾ ഒക്കെ നേരെ തിരിച്ചായി. ആ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇയാളെ ബുദ്ധിമുട്ടിച്ചത്. അത് ഇവരോടൊക്കെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്നാണ് എനിക്കറിയാത്തത്. ഏതായാലും ഞാൻ അച്ഛനോടൊന്ന് സംസാരിക്കാൻ പോവാ. അച്ഛൻ വിചാരിക്കുന്ന പോലെയല്ല ഈ കല്യാണം നടന്നതെന്ന് അച്ഛനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. സുധീഷ് പോയിക്കോളൂ, ഇവിടെ നിന്നാൽ ഇനിയും പ്രശ്നങ്ങൾ കൂടെയുള്ളൂ. സുധിക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ ടെൻഷനാവും. നിധി ഒരു വളവരിയിട്ട് സുധിക്ക് കൊടുക്കും, ഇത് കൈ വെച്ചോളൂ. സുധി ഒരു വിഷമത്തോടെ ചോദിക്കും, ഇത്രയേ ഉള്ളൂ അല്ലേ? നിധി ചോദിക്കും, മനസ്സിലായില്ല. സുധി ചോദിക്കും, എന്നോട് പോകാൻ പറഞ്ഞില്ലേ, ഇവിടെ താമസിച്ച് അച്ഛനെ കണ്ടതിന് ശേഷം തിരുവനന്തപുരത്തേക്ക് വരാനാണോ? നിധി പറയും, അറിയില്ല, ഞാൻ കാരണം എൻ്റെ വീട്ടുകാർ ഇത്രയും കഷ്ടപ്പെടുമ്പോൾ ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കുന്നത് ശരിയല്ലല്ലോ. നിധി പിന്നെയും സുധിക്ക് നേരെ നീട്ടുമ്പോൾ സുധി പറയും, ഇയാൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ സ്വർണം വാങ്ങിച്ചു കൊണ്ടുപോകാൻ ഞാൻ കൊള്ളക്കാരനല്ലല്ലോ. നിധി പറയും, തനിക്ക് കുറേ ആവശ്യങ്ങളൊക്കെ അല്ലേ, കോടിക്കണക്കിന് രൂപയൊന്നുമില്ലല്ലോ, ഈ വണ്ടിക്ക് ഡീസൽ അടിച്ച പൈസയല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, എന്താ തൻ്റെ പ്ലാൻ എന്ന് സുധി ചോദിക്കുമ്പോൾ നിധി പറയും, ഈ കല്യാണം ഒരു ഫേക്കായിരുന്നു എന്ന് അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാനും തന്നെ തമ്മിൽ ഒരു ബന്ധവുമില്ല, സൂര്യയെ പിടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. സുധി ചോദിക്കും, അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ കൂടാൻ പോവാണോ? ഇയാളുടെ പഠിപ്പ്, ജോലി, പിന്നെ തൻ്റെ ലക്ഷ്യങ്ങളൊക്കെ? നിധി പറയും, ഒക്കെ ശരിയാ, പക്ഷേ എന്നെക്കുറിച്ച് മാത്രം ഞാൻ ആലോചിച്ചാൽ പോരല്ലോ, നോക്കാം, എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനൊന്നും ഇനി വിഷമിക്കാൻ പാടില്ല. സുധി ചോദിക്കും, നമ്മളിനി കാണേയില്ല അല്ലേ? നിധി പറയും, എല്ലാം ശരിയായാ തീർച്ചയായിട്ടും ഞാൻ ഇയാളെ കാണാൻ വരും, എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ആളല്ലേ. സുധിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. നിധി പറയും, വീട്ടുകാരോടും പറയണം, എനിക്ക് അവരെയൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു. സുധി പറയും, ആദ്യമായിട്ടാ ഒരാൾ എൻ്റെ വീടിനെയും വീട്ടുകാരെയൊക്കെ പറ്റി നല്ലത് പറയുന്നത് കേൾക്കുന്നത്, പക്ഷേ ടൈം തെറ്റായിപ്പോയി, എനിക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാനിനി ഒറ്റയ്ക്ക് തിരിച്ചു പോകണമല്ലേ. നിധി സുധിയുടെ കയ്യിൽ പിടിച്ചു പറയും, എൻ്റെ സ്വന്തക്കാർ പോലും എന്നെ മനസ്സിലാക്കാത്ത സമയത്ത് എനിക്ക് വേണ്ടി കുറേ അടിയൊക്കെ കൊണ്ടിട്ട് എൻ്റെ കൂടെ നിന്ന ആളാണ് ഇയാൾ. എല്ലാ കാലത്തും ഞാൻ ഓർക്കും, ഇയാൾക്ക് ജീവിതത്തിൽ നല്ലതേ വരൂ, ഇയാൾ പോയിക്കോളൂ, എല്ലാം ശരിയായി കഴിയുമ്പോൾ ഞാൻ വിളിക്കാം, ഞാൻ ഇയാളെ കാണാൻ വരുന്നുണ്ട്, അന്നൊരു പക്ഷേ എൻ്റെ കൂടെ അച്ഛനും ഉണ്ടാവും. നിധി അവിടെ നിന്ന് പോവാണ്. പോകുന്ന വഴിക്ക് അവിടെ നിന്നിട്ട് തിരിച്ച് സുധിയുടെ അടുത്തേക്ക് തന്നെ ഓടിച്ചെന്ന് സുധിയൊന്ന് കെട്ടിപ്പിടിക്കും. എൻ്റെ ജീവിതത്തിൽ കുറച്ച് കാലം ഇയാളുണ്ടായിരുന്നുള്ളൂ,
പക്ഷെ ഒരു റിയൽ ഫ്രണ്ട് എന്താണെന്ന് ഇയാൾ കാണിച്ചു തന്നു. അല്ല, അതിലും മേലെയാ. നിധി അവിടെ നിന്ന് പോകുമ്പോൾ സുധി ആകെ കൂടെ തളർന്നു പോകും.